ഹലോ എവരിവൺ. വയസ്സ് 30 കഴിഞ്ഞു. ഇനി ജോലിയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്നൊന്നും പഠിക്കാനും പറ്റിയ പ്രായവുമല്ല. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വയസ്സ് 30 അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മനസ്സുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നവരാണ് നമ്മളിൽ പലരും. യഥാർത്ഥത്തിൽ 30 വയസ്സ് എന്ന് പറയുന്നത് എങ്കിൽ ഒരു 30 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 40 വയസ്സിനോടൊക്കെ അടുത്ത് കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വാർദ്ധക്യത്തിൻ്റെതായ അവശതകളിലും ബുദ്ധിമുട്ടുകളിലുമായി ഇരിക്കേണ്ട ഒന്നാണോ നമ്മളുടെയൊക്കെ ജീവിതം? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. 1977 മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 81 വയസ്സായിരുന്നു. ഇത്രയേറെ ഉത്തരവാദിത്വവും ഭാരിച്ച ചുമതലകളുമുള്ള ആ ജോലി ചെയ്യാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു തരികയും ചെയ്തു. അതുപോലെ തന്നെ ലോക പ്രശസ്തനായ ചിത്രകാരനായിരുന്ന മൈക്കൽ ഏഞ്ചലോയും വരകളിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോഴുള്ള പ്രായവും 81 വയസ്സ്. 80 വയസ്സിന് ശേഷവും ശാസ്ത്ര ഗവേഷണം തുടർന്നയാളാണ് എഡിസൺ. അങ്ങ് ദൂരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ പ്രായത്തെ മറികടന്നവരെ കാണാൻ സാധിക്കൂ എന്ന് കരുതിയാൽ നമുക്ക് തെറ്റി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിനും നോക്കിയാൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രായത്തെ മറികടന്ന് മനസ്സിന്റെ ബലത്തില്, മനസ്സിന്റെ ചെറുപ്പത്തില് അവരാഗ്രഹിക്കുന്ന നേട്ടങ്ങളും ജീവിതത്തിലെ ഉയർച്ചയിലേക്കും ഒക്കെ എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് തുടങ്ങി ഇന്ന് 86 വയസ്സിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന പത്മാവതി അമ്മയുടെ ജീവിതവും നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. 17-ാം വയസ്സില് വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്ന പത്മാവതി അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു ഡിഗ്രി നേടുക, ഒരു ബിരുദധാരിയായി അറിയപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, 3 കുട്ടികള് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ ആഗ്രഹം പലപ്പോഴും ഉള്ളിൽ ഒതുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ തന്റെ ആഗ്രഹത്തെ വെറും ആഗ്രഹമാക്കി മാത്രം നിർത്താതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നും അതിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജീവിതമായിട്ട് പത്മാവതി അമ്മയുടെ ജീവിതം മാറുന്നത്. 42-ാം വയസ്സിലാണ് ബികോം പത്മാവതി അമ്മ പഠിക്കാനായിട്ട് ചേരുന്നത്. 50-ാം വയസ്സിലാണ് CA പഠിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളൊക്കെ 40 വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നും കാലം ഒരുപാട് പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ പോലും 40 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരുടെയും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവാണ്, ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ നമ്മളൊക്കെ പുറകോട്ട് പോകുന്ന ഒരു ഏജ്. ആ ഒരു പ്രായത്തിലാണ് പഠിക്കാൻ ആരംഭിക്കുന്നത്, അതും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ നടുവില്. ഇവരുടെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. കലണ്ടറിലെ പ്രായം നോക്കി ഓരോ വർഷവും കഴിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വയം പഴിച്ചിരിക്കാതെ നമ്മളുടെയൊക്കെയും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മളുടെ വളരെ ചെറിയൊരു പ്രായത്തിൽ ഉള്ളിൽ തോന്നിയ ഒരു ആഗ്രഹമായിരിക്കും. അന്നേരത്തെ ജീവിത സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ചെറുപ്പത്തിലെ ചില മോഹങ്ങൾ കാണും. അല്ലെങ്കിൽ നമ്മൾ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമ്മളുടെയൊക്കെ ഉള്ളിൽ നാം വിട്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കാണും. അതൊന്നും ഇനി നേടാൻ സാധിക്കില്ല എന്ന് കരുതി നമ്മളൊക്കെ മനസ്സിന്റെ ഒരു കോണില് വിധിയെ പഴിച്ചു കഴിയുന്നവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രായം ഒന്നിനും തടസ്സമല്ല. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മളുടെയൊക്കെ ജീവിതം. ഈ ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആത്മാഭിമാനം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക, പ്രായത്തെ കുറ്റം പറഞ്ഞിരിക്കാതെ. കലണ്ടർ പ്രായത്തെ അതിന്റെ വഴിക്ക് വിടുക, അത് നമുക്ക് നിയന്ത്രിച്ച് പിടിച്ചു നിർത്താനൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മളുടെ മനസ്സിനെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. പ്രായത്തെ നോക്കാതെ ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് അതിലെന്തൊക്കെ ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രായം എന്ന് പറയുന്ന ആ ഒരു അക്കങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിനി ഒരു പ്രായത്തിൽ പലപ്പോഴും നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഓർമ്മക്കുറവ് എനിക്കുണ്ട്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ സാധിക്കില്ല എന്ന്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായത്തിൽ പലപ്പോഴും നമുക്ക് ചില ബോണസ് പോയിന്റുകൾ കിട്ടും. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രായമായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതായത് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഒരു വലിയ ഒരു സമ്പത്തുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളെയും ഓരോ അനുഭവങ്ങളിലൂടെയും പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നമ്മളുടെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു അനുഭവ ജ്ഞാനം കാണും. ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം. അതോടൊപ്പം ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നമുക്ക് എടുത്തുചാട്ടം കുറയും. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പക്വതയോടെ ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുതൽ നമുക്ക്
കുറച്ച് പ്രായമായി കഴിയുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ബോണസ് പോയിന്റുകളാണ്. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യുന്നതിന് ആകെ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെ നമുക്ക് ഏർപ്പെടുത്തുന്ന വിലങ്ങുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെയൊക്കെ മറികടന്ന് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക, അതിലെ മുന്നേറാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത്, പലപ്പോഴും മനസ്സുകൊണ്ട് നമ്മൾ മടുത്തു കഴിഞ്ഞാൽ, ഒന്നിനും സാധിക്കില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ആ ഒരു വാർദ്ധക്യം നമ്മുടെ ശരീരത്തെയും പെട്ടെന്ന് ബാധിക്കും. ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥ, നടക്കാൻ പോലും മേലാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് കർമ്മനിരതരായിട്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന, മുമ്പോട്ട് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായെങ്കിലേ നമുക്ക് ജീവിക്കാനായിട്ട് തോന്നും, ജീവിതത്തിന് അർത്ഥം തോന്നും. ഓരോ ദിവസവും ഓരോ നിമിഷവും അർത്ഥപൂർണമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം. അതിന് നിങ്ങൾക്ക് ഒരിക്കലും പ്രായം ഒരു തടസ്സമായിട്ടും നിൽക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.